പരസ്പരം പ്രണയിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കാതിരിക്കുന്നവരുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല. പക്ഷെ അഹല്യ അങ്ങനെയൊന്നുമല്ല. അഹല്യ എപ്പോഴും എന്നോട് സ്നേഹത്തോടെ മാത്രമേ സംസാരിക്കാറുള്ളൂ. വരൂ അഹല്യ, നമുക്ക് പോകാം. കൺഗ്രാറ്റുലേഷൻസ് ആദി. താങ്ക്സ് ബ്രദർ. വിചാരിച്ചൊക്കെ നടന്നല്ലോ, ഇപ്പൊ സമാധാനമായി. അതെയല്ലേ, അവർ രണ്ടുപേരും ശരിക്കും ഫ്ലാറ്റായി. നമ്മളോട് അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവർക്ക് തോന്നിക്കാണും. അതെ, അങ്ങനെ തന്നെ വേണമല്ലോ. അവരായിട്ട് തന്നെ നമ്മുടെ വഴിക്ക് വരട്ടെ. ഇനിയിപ്പോ എന്തായാലും വരും. യെസ്, ലെറ്റ്സ് സെലിബ്രേറ്റ്. Cheers. പാറു പ്ലീസ്, നീ ഇങ്ങനെ കരയില്ലേ? കരയുന്ന കണ്ടാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ കണ്ട് സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ലമ്മോ. എനിക്ക് നല്ല വിഷമമുണ്ട്. നിന്റെ കഥയിലെ ഹീറോയിൻ നീ തന്നെയാ. ഹീറോയിൻസ് കരയാൻ പാടില്ല, അത് നമ്മുടെ ട്രെൻഡും അല്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്റെ ആദ്യ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. ഞാനും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല പാറു. അവര് ശരിക്കും നമ്മളെ തോപ്പിച്ചു കളഞ്ഞു. അവരുടെ മനസ്സിൽ വേറെ പെൺകുട്ടികൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരവസരം കിട്ടിയപ്പോ അത് തന്നെ ചെയ്തത് കണ്ടില്ലേ? ഇന്നത്തെ കാലത്തൊന്നും ഒരാണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലമ്മോ. അനന്യ മേഡത്തെ എനിക്ക് എന്തൊരു വിശ്വാസമായിരുന്നു എന്നറിയോ? എന്റെ നല്ലൊരു ഫ്രണ്ടാണെന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഇതുവരെ എന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നല്ല സംഭവങ്ങൾക്കും അനന്യ മേഡമാണ് കാരണക്കാരിന്ന് ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ മാഡം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മേഡം ഇത്രയും കാലം എന്റെ പ്രണയത്തിന് കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ നിന്റെ പ്രണയ ജീവിതം നശിപ്പിക്കാൻ പോവാണല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനായിരിക്കും അനന്യ മേഡം ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്കിതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവുന്നില്ല. നീ എന്റെ നല്ലൊരു ഫ്രണ്ടാണമ്മോ, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഫ്രണ്ട്. നിന്റെ ജീവിതം നശിപ്പിക്കാൻ അവർക്ക് എങ്ങനെ തോന്നി? അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് അവരോട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്റെ വേദാന്തേ, കുറച്ചു നാള് മുന്നേ വരെ പെൺകുട്ടികളെ കണ്ടാ മാറി നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, പ്രണയിച്ച എന്നെ പോലും മറന്നിട്ട് വേറൊരു പെണ്ണിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്നേ. ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് എങ്ങനെ തോന്നി? എന്റെ ആദ്യ സാറിനെ ഞാൻ ശ്രീരാമ ഭഗവാനായിട്ട് കണ്ടത്. പക്ഷെ സാറിന്റെ മനസ്സിലൊരു രാവണനുണ്ടായിരുന്നു എന്ന് എനിക്ക് ഇന്ന് അമ്മ മനസ്സിലായത്. സത്യ പാറു, വേദാന്തിന്റെ കൂടെ കൂടി ആദിസാരൻ ചീത്തയായിന്നാ തോന്നുന്നത്. ആദിസാർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സത്യമായിട്ട് വിചാരിച്ചത് പോലുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊന്നും ഒരു പരിഹാരം ഇല്ലെന്നാണോ? നമ്മൾ അവരെ എന്നേക്കുമായിട്ട് മറക്കേണ്ടി വരുമോ അമ്മു? ഹേയ് ചേച്ചേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. സിൻസിയർ ആയിട്ട് പ്രണയിച്ചോണ്ടിരിക്കുന്ന നമ്മളല്ലേ. അതിന്റെ ഇടയ്ക്ക് വേറൊരുത്തി കയറി വന്നാ അവരെ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? ഒരു വീട്ടിന് 2 മുറി എന്നുള്ളതാ നമ്മുടെ ക്യാരക്ടർ. അത് കാണിച്ചു കൊടുക്കാം. എന്നുവെച്ചാ നിന്റെ തലയിൽ എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ദേഷ്യം പിടിച്ചുകൊണ്ട് കണ്ണീര് ഒലിപ്പിച്ച് ഒരു മൂലയ്ക്ക് മാറിയിരുന്നെന്ന് വെച്ച് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. വെറും വേസ്റ്റ്, അത്രേ ഉള്ളൂ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം നശിപ്പിക്കാൻ വന്ന അവരെ വെറുതെ വിടരുത് പാറു. വിടരുതെന്നൊക്കെ പറഞ്ഞ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് സ്പോണ്ടേനിയസ് ആയിട്ട് സ്പോട്ടിൽ തന്നെ വന്നോളൂ. നമ്മൾ വെറുതെ റിഹേഴ്സലും ചെയ്ത് പ്രീ പ്ലാനും ചെയ്ത് പോയിട്ട് ഒരു കാര്യമില്ല. നേരെ മുന്നിൽ പോയി നിന്ന് 2 വർത്താനം പറയാം. വാ. കിടന്ന് കാറണ്ട, ഞാൻ രാക്ഷസിയൊന്നും അല്ല, ദേവതയാ. ദേവതയോ? ആ വഴിയരികിലെ ഹോട്ടലിന്റെ ഓണർ എന്നെ ദേവതയെന്നാ വിളിക്കുന്നത്. ആണോ?
ശരി, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. വേദാന്തിന്റെ ഫ്രണ്ട് ആദിത്യന്റെ ചെറിയമ്മയാ ഞാൻ. ഓ ശരിയാണല്ലോ. ആദി സാറിന്റെ വീട്ടിൽ ഞാൻ ഇവരെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇവരിപ്പോ എന്തിനാ എന്നെ കാണാൻ വന്നത്? ആദി സാറിന്റെയും പാറു മേഡത്തിന്റെയും ലവിന്റെ കാര്യം ഇവർക്ക് അറിയോ എന്തോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന ലവേഴ്സ് ഡ്രാമയെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ഒരു വഴിയുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് മേഡം. അതെന്താ അത്ര വലിയ ഗുഡ് ന്യൂസ് എന്താ ഉള്ളത്? കുറച്ചു നേരം കൂടി കഴിഞ്ഞാ മേഡം കുറച്ചു നേരം കഴിഞ്ഞാ ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആകാൻ പോകുക. സത്യാണോ സുമേഷേ? അതെ മേഡം. എന്റെ വേദാന്ത് ബോസും ആദി സാറും കൂടെ ചേർന്ന് പുതിയ ജങ്ക് ഫുഡ് ഫാക്ടറി ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ പോകുന്നത് മേഡം അല്ലേ? ആണോ? അതെ, കളരി പരമ്പര ദൈവങ്ങളാണ്. അതാണ് സത്യം. ചിക്കൻ 65 ആണേ സത്യം. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ചിപ്സിന്റെ ഫാക്ടറി ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. ചിപ്സിന്റെ ഫാക്ടറിയോ? ആ അതെന്റെ ഫേവറേറ്റാ. അതുകൊണ്ട് മേഡം ഇന്ന് മുതൽ ചിപ്സ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ചിപ്സ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ക്യാമറയിൽ പോസ് ചെയ്യണം. ശരി ശരി, എന്നാൽ ഇന്ന് മുതൽ തന്നെ പ്രാക്ടീസ് തുടങ്ങിയേക്കാം. അല്ല, എനിക്കൊരു ഡൗട്ട്. അതെന്താ? അത് ഇക്കാര്യം ഇത്ര നേരത്തെ തീരുമാനിച്ചിട്ടും എന്റെ മകൻ ആദിത്യന് ഇതിനെപ്പറ്റി ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അതെന്തുകൊണ്ടാന്ന് എനിക്ക് ഇപ്പൊ തന്നെ ചോദിക്കും. അയ്യോ മേഡം, നിക്ക് പോകല്ലേ മേഡം. അങ്ങനൊന്നും പോയി ചോദിക്കല്ലേ. കാര്യം എന്റെ വേദാന്ത് ബോസിന് മേഡം ബ്രാൻഡ് അംബാസിഡർ ആകുന്നത് തീരെ ഇഷ്ടമല്ല. അയ്യോ, അതെന്താ കാര്യം? എന്നെ കാണാൻ നല്ല നിറവില്ലേ? കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ എനിക്ക്. എന്താ കുറച്ച് കൂടുതൽ വണ്ണം ഉണ്ടെന്നുള്ള കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു 10 കിലോ കുറച്ച് കാണിച്ചു തരാം ഞാൻ. അത് വേണോ? ഇന്ന് തൊട്ട് തന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്ത് കളയില്ലേ മേഡം. മേഡം മെലിയേ വേണ്ട, ഇങ്ങനെ ഇരിക്കുന്നത് തന്നെയാ സൗന്ദര്യം. ആണോ സുമേഷേ? അതെ മേഡം, ഓരോരുത്തർക്കും ഓരോരോ സൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സൈസാണ് ഓരോരുത്തർക്ക് ചേരുന്നത്. പക്ഷേ വേദാന്ത് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? മേഡം വേദാന്ത് ബോസ് സമ്മതിച്ചില്ലെങ്കിൽ എന്താ? ആദി സാർ ഉണ്ടല്ലോ. ആദി സാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബോസിനെ അതിന് സമ്മതിപ്പിച്ചോളൂ. യു ഡോണ്ട് വറി, യു ആർ ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ന്യൂ ചിപ്സ് ഫാക്ടറി ഇൻ 2025. ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ സുമേഷേ. പക്ഷെ ഒരു കാര്യമുണ്ട്. ആദി സാർ ഇങ്ങോട്ട് വന്ന് മേഡമാണ് ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നവരെ ഒരു വാക്ക് പോലും ചോദിക്കരുത്. അതുവരെ മേഡം ചിപ്സ് കഴിച്ചുകൊണ്ട് ക്യാമറയിൽ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ സുമേഷേ, ഇന്ന് തൊട്ട് തന്നെ അതിനുള്ള പ്രാക്ടീസ് ഞാൻ ആരംഭിക്കും. ശരി മേഡം, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സുമേഷേ. നീ കള്ള സുമേഷ, പൊന്നു സുമേഷേ. ഞാൻ വെറും പി സുമേഷ. ശരി, പി സുമേഷ്. ശരി ശരി, എന്നാ മേഡം പോയിട്ട് വന്നു. ഞാൻ പോകുന്നില്ല, ഇപ്പൊ തന്നെ തിരിച്ചു വരും. തിരിച്ചു വരാനോ? ചിപ്സ് വാങ്ങി തിന്നോണ്ട് തിരിച്ചു വരാം. ഇങ്ങോട്ട് തന്നെ ഞാൻ തിരിച്ചു വരും. ഓക്കേ, ക്യാരി മീ, ക്യാരി ഓൺ. അയ്യോ, ഇതെന്തൊരു കഷ്ടമാ. ഞാൻ തന്നെ ഓവർ ആക്ടിങ്. എന്നെക്കാളും ഓവർ ആക്ടിങ് ആണല്ലോ ഇവര്. ആഹാ, അവസാനം എനിക്കൊരു ബ്രാൻഡ് അംബാസിഡർ ആവാനുള്ള യോഗം വന്നിരിക്കുന്നു. ആ പാണ്ഡവപുരം പാർവതിയേക്കാൾ ഞാൻ ഒന്നിനും കുറവല്ലെന്ന് തെളിയിക്കാൻ പോവാണ്. അങ്ങനെ ചിപ്സ് കഴിച്ച് കഴിച്ച് ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. ആഹാ, എന്റെ ഫ്യൂച്ചർ എത്ര പെട്ടെന്നാ ഇങ്ങനെ ബ്രൈറ്റ് ആയത്. ആലോചിക്കുമ്പോ തന്നെ എത്ര സുന്ദരമായിരിക്കുന്നു. ഇമാജിൻ ചെയ്യുമ്പോ തന്നെ ത്രില്ലടിക്കുകയാണ്. ഇനി അത് സംഭവിച്ചാലോ? അയ്യോ, കനവല്ല അലലലേ, ചിപ്സ് ആണ് അലലലേ, കഴിക്കാലോ. അയ്യോ, ഇനി ഞാൻ ഫേമസ് ആയല്ലോ, ബ്രാൻഡ് അംബാസിഡർ.
ബോസ് ഡൈനാമൈറ്റ് കയ്യിൽ പിടിച്ചോണ്ട് ഓടുന്നത് പോലെയാ തോന്നുന്നേ. അമൂല്യ മേഡം ഒന്ന് ഡൈനാമൈറ്റ് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിച്ചാലേ എല്ലാം പീസ് പീസ് ആകുമെന്നുള്ളത് ഉറപ്പാ. ഇങ്ങനെ ചിപ്സ് കഴിച്ചോണ്ട് നടന്നാലേ ഡയറ്റ് അല്ല, ഡയറക്റ്റ് വിസ കിട്ടും. എന്താ മേഡം വാങ്ങിച്ച ചിപ്സും കഴിച്ചോണ്ട് എന്തിനാ ഈ വഴിക്ക് തന്നെ അങ്ങോട്ട് വന്നേ? പിന്നല്ലാതെ ഞാൻ ആരാന്നാ താൻ വിചാരിച്ചേ? ഈ ആമിനി എന്തെങ്കിലും വിചാരിച്ചാലേ അത് നടത്താതെ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല, അറിയോ? സുമേഷേ, ആ, എന്താണെങ്കിലും പറഞ്ഞോളൂ മേഡം. എന്തിനാ സുമേഷ് എന്നെ മാഡം എന്നൊക്കെ വിളിക്കുന്നേ? യാമൂന്ന് വിളിച്ചാ മതി സുമേഷേ. അത് പിന്നെ മേഡം പ്രായത്തിൽ ഒരുപാട് മൂത്തതല്ലേ, വിനയത്തോടല്ലേ സംസാരിക്കാൻ പറ്റൂ. ശരിയാ, പ്രായത്തിന്റെ കാര്യത്തിൽ ഞാൻ നിന്നേക്കാൾ കുറച്ച് മൂത്തതാ. പക്ഷേ ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആകാൻ പോകുന്ന കാര്യം എന്നോട് ആദ്യം പറഞ്ഞത് നീയല്ലേ. അതുകൊണ്ട് നിനക്ക് ഞാൻ കുറച്ച് ഫ്രീഡം തരാന്ന് വിചാരിച്ചു. എന്നാലും സാരമില്ല, നിനക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ തന്നെ എന്നെ വിളിച്ചോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിന്നെ ഞാൻ എന്റെ PA ആയിട്ട് അപ്പോയിന്റ് ചെയ്യാന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. മേഡം വിളിച്ചാൽ ഉടനെ ഞാൻ PA ആകും. സുമേഷേ, നീ അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കല്ലേ, അവസാനം നിനക്ക് മുടി കൊഴിച്ചിലുണ്ടാവേ. സുമേഷേ, പറയൂ യാമു, അല്ലല്ല യാമിനി മേഡം. ഞാന് ഇങ്ങനെ ചിപ്സ് കഴിച്ചിട്ട് ഏതൊക്കെ പോസ്റ്റിൽ നിൽക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്നതെന്ന് ഒന്ന് നോക്കി പറ. പറയാം. സൂപ്പർ സൂപ്പറാ. താങ്ക് യു. ഇതോ? അത് കൊള്ളാം, അതും കൊള്ളാം. ഓക്കെ, ഇതോ? മേഡത്തിന് ഇത്രയും കഴിവുണ്ടായിരുന്നോ? അത്ഭുതം അത്ഭുതം. സുമേഷ്, താൻ ഇങ്ങനെ എന്നെ പുകഴ്ത്തല്ലേ, ഇനിയുണ്ട്. ഇത് നോക്കിയേ. അയ്യോ, മാർവലസ് സ്റ്റൈൽസ്, മാർവലസ് സ്റ്റൈല്. ബൈ ബൈ. സുമേഷേ, അയ്യോ, ഈ സുമേഷ് എങ്ങോട്ടാ പോയത്? ഓ ഫ്രണ്ട്സ്, എന്റെ പോസ്റ്റുകളൊക്കെ കണ്ടിട്ട് സുമേഷ് ഒരു ഭ്രാന്തനെ പോലെ എങ്ങോട്ടോ ഓടിപ്പോയെന്നാ തോന്നുന്നത്. സുമേഷേ, എന്താ മറ്റുള്ളവരുടെ ബോയ് ഫ്രണ്ട്സിനെ കണ്ണും കൈയും കാണിച്ച് വളയ്ക്കാൻ വന്നതാണോ? വേദാന്തു ആദ്യത്തെ സിംഗിൾ ആണെന്ന് വിചാരിച്ച് മിംഗിൾ ചെയ്യാൻ വന്നാണ്ടല്ലോ, കൊന്നുകളയും നിന്നെയൊക്കെ. രണ്ട് ഇണക്കുരുവികളെ പിരിക്കാൻ വലിഞ്ഞു കയറി വന്നിരിക്കുക. നാണാവില്ലേ നിനക്കൊക്കെ? എന്ത് ജന്മോടി നിന്റെയൊക്കെ? പിന്നെ നിന്റെ കാര്യം, നീ ഒരു ശീലാവതിയാണെന്നാ ഞാൻ വിചാരിച്ചത്. സ്വന്തം വിലയൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് ജീവിക്കാൻ നാണമില്ലല്ലോ. നീയൊക്കെ എങ്ങനെ നന്നാവാനാ? പാറു, ഇവരോട് മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. മനസ്സിലാവുന്ന രീതിയിൽ നല്ല മലയാളത്തിൽ വേണം പറഞ്ഞു കൊടുക്കാൻ. എന്താ വേദാന്തി ഇതൊക്കെ? ഈ അമൂല്യ ശരിക്കും ഒരു ബോംബ് തന്നെയാണല്ലോ. ഓ പിന്നെ നിന്റെ പാറു ഒട്ടും മോശമല്ല. ഇവളുമാര് രണ്ടും കണക്കാ. കിടന്ന് ബഹളം വെക്കി നോക്കിയേ. ഒന്ന് അടങ്ങി നിൽക്കും സുമേഷേ. അയ്യോ മേഡം, ഞാൻ മനഃപൂർവ്വം ഇങ്ങനൊന്നും ചെയ്തതല്ല. ഭൂമി വീണത് വേണ്ടില്ലേ? മേഡം കാണുന്നില്ല ഇത്?
ആദ്യം നീ സമാധാനിക്ക്, ടെൻഷൻ ആവണ്ട. നീ ഒന്നും മിണ്ടാതിരിക്കും സിദ്ധാർത്ഥ്. അവര് രണ്ടുപേരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതെ വെറുതെ ഇരിക്കുന്നേ? അമ്മ ഒരു പാവമാണെന്ന് അറിയില്ലേ? പാറും അങ്ങനെ തന്നെയാ. ഇത്രയും സോഫ്റ്റ് ആയ അവരോട് ഇവര് രണ്ടുപേരും മറ്റൊരു ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവരെ മുന്നിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. എനിക്കിനി മിണ്ടാതിരിക്കാൻ പറ്റില്ല. അത് പറ്റില്ല എന്നുള്ളത് ഓക്കെ. ഇപ്പൊ നീ എന്ത് ചെയ്യണമെന്ന് പറയുന്നേ? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ചോദിക്കരുത് സിദ്ധാർത്ഥ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തും ഞാൻ ചെയ്യും. ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത് നിർത്ത്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രയോജനം ഉണ്ടായേ പറ്റൂ സിദ്ധാർത്ഥ്. അവരുടെ മനസ്സിലുണ്ടായി ഈ തോട്ട് മാറിയേ പറ്റൂ. ഇതുവരെ എല്ലാം തമാശയായിരുന്നു. ഇനി ഇത് ഭാവിയിൽ സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറില്ലെന്ന് എന്താ ഗ്യാരണ്ടി? ഇവര് രണ്ടുപേരും റിച്ച് ആൻഡ് ഹാൻസം ബാച്ചിലേഴ്സാ. ഇവരുടെ കൂടെ നാടകം കളിക്കാന്ന് പറഞ്ഞ് രണ്ട് പെൺകുട്ടികൾ വന്നൂന്നിരിക്കട്ടെ. പക്ഷെ നാടകം കളിക്കാൻ വന്ന പെൺകുട്ടികൾക്ക് റിയൽ ഫീലിങ്സ് വന്നൂടൊന്നുമില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാ അതിന് ഇവരല്ലേ കാരണക്കാരാവൂ? നിന്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്യും. ചെയ്യാനുള്ളത് തന്നെ ചെയ്യാൻ പോകുന്നത്. എവിടെ രണ്ടുപേരും? സത്യമായിട്ട് എനിക്കറിയില്ല. വേദാന്ത് ഇതുവരെ ഓഫീസിലും വന്നിട്ടില്ല. ഓഫീസിൽ എത്തിയിട്ടില്ല, വീട്ടിലെത്തിയിട്ടില്ല. അപ്പൊ എവിടെ പോയി കാണും? ഞാൻ നിന്നെ വേണമെങ്കിലേ ആദ്യയുടെ വീട്ടിലേക്ക് ആക്കാം. ഓക്കെ? ഞാൻ എന്തിനിപ്പോ ആ വീട്ടിലേക്ക് പോകുന്നേ? കാരണമുണ്ട്. എന്തായാലും അമ്മ അവിടെ ഉണ്ടാവും. നീ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ദേഷ്യം കുറച്ച് കുറയും. അവർക്ക് രണ്ടുപേർക്കും നിന്റെ സപ്പോർട്ടും കിട്ടും. ഓക്കെ? ഞാൻ പോകുന്നത് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ മാത്രമല്ല, എന്റെ രണ്ട് ചേട്ടന്മാരെ ഒരു പാഠം പഠിപ്പിക്കാനാ. ഇത്രയും നല്ല ചേട്ടന്മാർക്ക് എന്ന് മുതലാ നിന്നെ പോലുള്ള വൃത്തികെട്ട ആലോചന വന്നതെന്ന് എനിക്ക് അറിയണം. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. നോക്ക്, ദേ നിന്റെ ചേട്ടൻ വിക്കി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? നിന്നെ ആദ്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ പറയുന്നത്. അമ്മ അവിടെ ഉണ്ടത്രേ. അപ്പോ വിക്കി ചേട്ടൻ അവിടെ തന്നെയാണോ? ഉണ്ടാവാനാ സാധ്യത. നീ എന്തായാലും അങ്ങോട്ടേക്ക് പോ. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ശരി, പോവാൻ സിദ്ധാർത്ഥ്. ഐ ആം സോറി അനന്യ. ഞാൻ കാരണം പാർവതി നിന്നെ കുറെ വഴക്ക് പറഞ്ഞല്ലേ. പ്ലീസ് നീ വിഷമിക്കരുത്. അതൊന്നും സാരല്ല സാർ. അവൻ പറഞ്ഞതിലൊന്നും എനിക്ക് അത്ര വിഷമം തോന്നിയില്ല. അവന്റെ മനസ്സിൽ ശരിക്കും വിഷമമുണ്ട്. മാത്രമല്ല അവർക്ക് നിങ്ങളോട് ശരിക്കും നല്ല സ്നേഹമാണ്. അതാ ഞങ്ങൾ അവിടെ കണ്ടത്. എന്നാലും നമ്മളുടെ ഈ നാടകമൊക്കെ എങ്ങനെ പോയി അവസാനിക്കുന്നോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. ഡോണ്ട് വറി അനന്യ. അങ്ങനെ പേടിക്കേണ്ട സിറ്റുവേഷൻ എന്തെങ്കിലും വന്നാ അപ്പൊ തന്നെ അവരോട് ഇതൊരു നാടകമാണെന്ന് പറയുകയും ചെയ്യും, എല്ലാം അവസാനിപ്പിക്കുകയും ചെയ്യും. അതുപോലെ. ഓക്കെ സാർ. എന്നാലും പാർവതി ശരിക്കൊരു പാവാ. ഒരുപാട് മനക്കെട്ടില്ലാത്ത ആളാ. സാറിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. യാ ഡെഫിനറ്റ്ലി. ബട്ട് ആരെന്ത് പറഞ്ഞാലും അതൊന്നും കേട്ട് അനന്യ വിഷമിക്കരുത്. താല്പര്യമില്ലഞ്ഞിട്ടും ഞാൻ പറഞ്ഞ കേട്ടിട്ടല്ലേ വേദാന്തിന്റെ ലവറായിട്ട് ആക്ട് ചെയ്യുന്നത്. യു ആർ റിയലി ഗ്രേറ്റ്. വേദാന്താ വിളിക്കുന്നത്. ഇപ്പൊ വരാം. ഞാൻ ഈ ഡ്രാമ കളിക്കാൻ സമ്മതിച്ചത് നിന്റെ വാക്കിന് വില തന്നതുകൊണ്ടാണെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ മണ്ടത്തരാ. ഞാനിപ്പോ ഇതിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ നീ വിളിച്ചേനെ. അത് കൂടുതൽ പ്രശ്നമാവെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ തന്നെ ഇതിന് സമ്മതിച്ചത്. നിങ്ങളുടെ ഈ പ്രണയം എത്രയും വേഗം തന്നെ അതിന്റെ പീക്കിലെത്തട്ടെ. നിങ്ങൾക്ക് പരസ്പരം ഒരാളെ പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തണം. അപ്പോഴാ ഈ അനന്യ ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത്. ഞങ്ങളുടെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. പ്രണയിക്കുന്നവരുടെ മനസ്സിലെ വേദന മനസ്സിലാക്കാത്തവരുടെ കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചോ ബ്രോ? അതേ പ്രീതു, നമ്മുടെ എട്ടത്തിമാരെ അവര് ശരിക്കും വിഷമിപ്പിച്ചിട്ടുണ്ട്. അവര് ഈ ജന്മം ഇതൊന്നും മറക്കാൻ പോകുന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്ത് സംഭവിക്കുന്നൊന്നും അറിയില്ല. ഇവരുടെ ഈ പിണക്കം എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നാളെ എന്റെ ബർത്ത്ഡേ ബ്രോ. വേറെന്ത് ചെയ്യാനാ? എല്ലാ കൊല്ലവും എല്ലാവരും കൂടി ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ? ഇത്തവണ എന്തായാലും ഓരോരുത്തരും ഓരോ സൈഡിലായിരിക്കുള്ളൂ.
എന്റെ ബെഡ് എന്തായാലും ടൈറ്റാനിക് പോലെയായി. എല്ലാം ഈശ്വരന്റെ കയ്യിലാ. എന്നെ ഇത്ര അധികം അപമാനിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്ന എന്താണെന്ന് അറിയാമോ? എന്റെ വേദനയെ കുറിച്ച് ഓർത്തിട്ട് മാത്രം. എന്റെ വേദന എനിക്ക് സ്വന്താക്കാൻ വേണ്ടി ഒന്നല്ല 1000 പേരുടെ വായിലിരിക്കുന്നത് കേൾക്കാനും എനിക്ക് മടിയില്ല. അതുപോലെ 1000 പേരുടെ ജീവൻ എടുക്കാനും എനിക്ക് മടിയില്ല.